വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഓണം മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ്ങിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ടീ ട്രീ ടോണറാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോണറാണ്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ജെല്ലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്നത് നമ്മളെപ്പോലെ ഓയിലി സ്കിന്നുകാർക്കാണ്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീമാണ്. അപ്പോൾ ഈ ഒരു BB ക്രീം വെച്ചിട്ട് ഞാൻ ഫേസ് മേക്കപ്പ് അല്ല ചെയ്യുന്നത്. കൺസീലറിന് പകരമായിട്ട് ഞാൻ ഇവിടെ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് BB ക്രീമാണ്. അപ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ള ഏരിയാസ്, അതായത് കണ്ണിനടിയിൽ നമ്മൾ ഇതേപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓലയുടെ നാച്ചുറൽ വൈറ്റ് ക്രീമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മേക്കപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അതായത് നമ്മൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ BB ക്രീമോ ഒന്നും തന്നെ ഫേസ് മേക്കപ്പിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അതിന് പകരം ഞാനിവിടെ ഓലയുടെ ഈ ഒരു നാച്ചുറൽ വൈറ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ലിപ്പ് മേക്കപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട് പഞ്ച് 04 ആണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ലിപ്പ് നല്ലോണം ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അപ്പർ ഏരിയാസിൽ ആ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ലോവർ ലിപ്പിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പൈഹണ്ട് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അതായത് മൈ ഗ്ലാംസിൻ്റെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തപ്പം എക്സാക്ട്ലി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ലിപ്പ് ലൈനർ ആൻഡ് ഈ ഒരു മാറ്റ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ. ലിപ്പ് ലൈനർ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഔട്ടർ ലൈൻ നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ലിപ്പിൻ്റെ ആ ഒരു ഫുൾ മേക്കപ്പ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ടു അടുത്ത മേക്കപ്പ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐസിൻ്റെ മേക്കപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ 2x ഇൻറ്റൻസി കാജലാണ്. ബ്ലാക്ക് ഷോക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കാജലാണ്. നന്നായിട്ട് നമ്മൾ ഐസിൻ്റെ ആ ഒരു ഉൾവശമൊക്കെ ഇതേപോലെ എഴുതി കൊടുക്കുക. കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങൾ എഴുതിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് നമുക്ക് കണ്ണിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലോണം കാജലൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു ഐസിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഒരു കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റ് എടുത്തിട്ട് അതിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഞാൻ ഇതേപോലെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഐ ഷാഡോ നമ്മൾ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഐസിൻ്റെ എക്സാക്റ്റ് ആ ഒരു അപ്പർ ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൊരു പിങ്ക് കളറാണ് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഷെയ്ഡാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കോമ്പിനേറ്റ് ചെയ്ത് നമ്മൾ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഐസിൻ്റെ ആ ഒരു ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്ത ആ ഒരു ലുക്ക് എക്സാക്ട്ലി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗ്ലാം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ട് ഷെയ്ഡും കൂടെ ഡബിൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഐ ഷാഡോ പാലറ്റ്, അതേപോലെ തന്നെ ഷെയ്ഡ് വന്നിട്ടുള്ളത് 01 ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 229 രൂപയാണ്. വളരെ അഫോർഡബിൾ ആണ്. ഇനി നമ്മൾ കണ്ണെഴുതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലാക്മിയുടെ ഐലൈനറാണ്, അതായത് ഇൻസ്റ്റാ ലൈനറാണ്. അപ്പോൾ നല്ലോണം നമ്മുടെ ഐസിൻ്റെ ആ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രോൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു വിങ്ഡ് ആയിട്ടുള്ള ഐ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ് ഞാനിവിടെ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് ഐലൈനർ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ലാക്മിയുടെ ഒരു ഇൻസ്റ്റാ ലൈനർ. ഇവർ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സാക്ട്ലി അത്ര വലിയ വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നും അല്ല. ഇതിൽ വരുന്ന ML നോക്കുകയാണെങ്കിൽ 9 ml ആണ് കേട്ടോ. അപ്പോൾ പ്രൈസ് റേഞ്ച് എക്സാക്റ്റ് ഒരു 120 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അടുത്തത് നമ്മൾ മസ്കാര വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോൺ ചെയ്ത് കൊടുത്തു. ഇത് വളരെ നല്ലൊരു ഹാക്കാണ് കേട്ടോ. 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു ഹാക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് നമ്മുടെ ഐലാഷസ് ഇതേപോലെ മസ്കാര വെച്ചിട്ട് ഡ്രോൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വെർട്ടിക്കലായിട്ട് ഇതേപോലെ ഡ്രോൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഫിനിഷൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കത്രമാത്രം സാറ്റിസ്ഫൈഡ് ആയില്ല. വീണ്ടും ഞാൻ പഴയ പോലെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒന്ന് ഡ്രോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ
ഐലാഷസ് നമ്മൾ നല്ലോണം മസ്കാര വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മിലാപ്പ് എന്ന് പറഞ്ഞാണ് കേട്ടോ. ബ്രാൻഡ് നെയിം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ്. നമുക്ക് എക്സാക്റ്റ് ആ ഒരു വോളിയമൊക്കെ നല്ലോണം ഫിനിഷൊക്കെ തരുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു മസ്കാരയാണ്. അഫോർഡബിൾ പ്രൈസാണ്. 120 അല്ലെങ്കിൽ 80 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ ഇതിന് ആക്ച്വലി വരുന്നത്. വളരെ അഫോർഡബിൾ ആണ്. മിലാപ്പ് എന്നാണ് ബ്രാൻഡ് നെയിം നോക്കുകയാണെങ്കിൽ. അത്യാവശ്യം കുറച്ച് നേരം നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആണ് താനും. നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം മാക്സിമം നിങ്ങൾ മസ്കാരയൊക്കെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഐസിന് ആ ഒരു എക്സാക്റ്റ് ഹൈലൈറ്റ് കിട്ടുള്ളൂ. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പ്രീവിയസ്ലി കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐബ്രോസ് ഒന്ന് ഇതേപോലെ വീണ്ടും ഞാൻ മസ്കാര വെച്ചിട്ട് മെല്ലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നോർമൽ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. എക്സാക്ട്ലി നമുക്ക് നല്ലൊരു ഫിനിഷ് കിട്ടും. അതായത് ചിലർക്കൊക്കെ ഐബ്രോ പെൻസിലൊക്കെ വെച്ചിട്ട് എഴുതാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബിഗിനേഴ്സ് ട്യൂട്ടോറിയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹാക്കാണ് കേട്ടോ. റിസൾട്ട് ഷുവറായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വളരെ ഈസിയാണ്. ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇതേപോലെ കോംബ് ചെയ്യുക. പണിപ്പെട്ട പണിയൊന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ ഐടെക്സിൻ്റെ ഡാസിലറിൻ്റെ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അവരുടെ തന്നെ ആ ഒരു കുഷ്യൻ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഫേസിൽ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ. ഡാസിലറിൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഒരു 80 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു നാച്ചുറൽ മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ഗ്ലാം മേക്കപ്പ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയും പ്രൈസ് റേഞ്ച് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ലൊരു ഫിനിഷ് നൽകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രഷ് എടുക്കുക. ദെൻ നമ്മൾ ഈവനായിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നല്ലോണം അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ എക്സാക്റ്റ് ഫിനിഷ് കിട്ടുള്ളൂ. ആ ഒരു കുഷ്യൻ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ ഒരു എക്സ്ട്രാ ഫിനിഷ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈവനായിട്ട്. എക്സാക്ട്ലി നല്ല ഫിനിഷ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒലയുടെ ക്രീം നല്ലോണം നമുക്കൊരു ഫിനിഷ് നൽകുന്നുണ്ട്, നല്ലൊരു ഗ്ലാം ലുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബ്ലഷാണ്. അപ്പോൾ ബ്ലഷ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്ലഷ് നമ്മൾ എടുത്തിട്ടുള്ള ബ്രാൻഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൊഫഷണൽ ബ്ലഷറാണ്. ഷെയ്ഡ് വന്നിട്ടുള്ളത് 05 ഡീപ്പ് പിങ്ക് ആണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ 249 രൂപയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചീക്കിൻ്റെ ഏരിയയൊക്കെ നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലോണം, കുറച്ച് ടൈം എടുത്ത് കെയർഫുള്ളായിട്ട്. അപ്പോൾ നല്ലൊരു ബ്ലഷറാണ്, എല്ലാവർക്കും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഓണം ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ നമുക്ക് നല്ലൊരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.